നമസ്കാരം. സൂപ്പർ നോട്ട്സിന്റെ മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. മക്കളെ, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ഒന്നാം ഘട്ട പ്രിലിമിനറി പരീക്ഷ കഴിഞ്ഞ് മെയിൻസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലായിരിക്കും നമ്മൾ. അപ്പോൾ ഈ എത്ര മാർക്കുള്ള കുട്ടികൾക്ക് മെയിൻസ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാം, അതേപോലെ തന്നെ ഈ പേപ്പർ 1ഉം പേപ്പർ 2ഉം എങ്ങനെ പഠിച്ചെടുക്കാം, ഒരുപാട് പേരുടെ സംശയമാണ്. കാരണം ഇനി നമ്മുടെ മുൻപിൽ ഓഗസ്റ്റ് മാസം എന്തായാലും എക്സാം ഇല്ല. അപ്പൊ സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബർ ഈ ഒരു സമയത്ത് നമുക്ക് എക്സാമിനേഷൻ പ്രതീക്ഷിക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ചുരുങ്ങിയ സമയമാണ്, ഒരു 3 മാസത്തെ സമയമാണ് നമ്മുടെ മുൻപിലുള്ളത്. അപ്പൊ ഈ ഒരു സമയത്തിനുള്ളിൽ എത്ര മാർക്ക് ഉള്ളവരാണ് പ്രിപ്പയർ ചെയ്ത് തുടങ്ങേണ്ടത്? വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ഈ പേപ്പർ 1 എന്ന് പറയുന്ന സിലബസ് ഒന്ന് ഡീകോഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. എന്താണ് പേപ്പർ 1ലുള്ള അഡ്വാൻറ്റേജ്, ഇനി സ്റ്റേജ് 2 ഉള്ള ആളുകൾ എന്ത് ചെയ്യണം, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു സെഷനിൽ ഡീറ്റെയിൽഡ് ആയിട്ട് അനലൈസ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ഇവിടെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പേപ്പർ 1ഉം അതേപോലെ തന്നെ പേപ്പർ 2 ഇങ്ങനെ 2 പേപ്പറുകളിലായിട്ടാണ് മെയിൻസ് പരീക്ഷ നടക്കാൻ പോകുന്നത്. ഓക്കെ, മെയിൻസ് പരീക്ഷ നടക്കാൻ പോകുന്നത് 2 പേപ്പറുകളിലായിട്ടാണ്. നിലവിൽ പ്രിലിമിനറി ഒന്നാം ഘട്ട പരീക്ഷ എഴുതിയ ആളുകൾക്ക് അവരുടെ ആ ഒരു എക്സാം പേപ്പർ കണ്ട സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, അത് കുറച്ച് കട്ടിയായിട്ടുള്ള ഒരു എക്സാം ആണ് അല്ലേ. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് PSC ഡിസൈൻ ചെയ്തത്. വെറുതെ പോയി കളാപ്പാടം പഠിച്ചു പോയ കുട്ടികൾക്ക് നന്നായി കുഴപ്പിക്കുന്ന, അതേസമയം അനലറ്റിക്കലായി അല്ലെങ്കിൽ ഇന്റലിജന്റ് ആയിട്ട് ചിന്തിക്കുന്ന കുട്ടികൾക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്ന ഒരു സിലബസ് തന്നെയാണ്, അല്ലെങ്കിൽ ഒരു എക്സാമിനേഷൻ തന്നെയാണ് പ്രിലിമിനറി 1ൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് വേണ്ടി നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മക്കളെ, ആരാണ് ഇനി പ്രിപ്പയർ ചെയ്ത് തുടങ്ങേണ്ടത് എന്നുള്ള ചോദ്യത്തിന്റെ ഒരു ഉത്തരം, ഇതൊരു കട്ട് ഓഫ് പ്രഡിക്ഷൻ ഒന്നുമല്ല, ഇതിനൊരു കട്ട് ഓഫ് പ്രഡിക്ഷൻ ആയിട്ടൊന്നും കാണണ്ട. എന്നാലും നമുക്ക് ഏകദേശം മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന ഒരു കാര്യം, 45+ ഉള്ള ആളുകൾ നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. 45 മാർക്കിൽ കൂടുതലുള്ള ഒരു ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ നിർബന്ധമായി പഠിച്ചു തുടങ്ങാം. എന്നാൽ സെക്കൻഡ് സ്റ്റേജ് എക്സാം കൂടി കഴിഞ്ഞതിന് ശേഷമേ പ്രോപ്പറായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ആ എക്സാം എളുപ്പമാക്കിയാൽ ഒരു പക്ഷേ പല മാറ്റങ്ങളും ഉണ്ടായേക്കാം. എന്നാലും ഒരു നോർമലൈസ്ഡ് മാർക്കായിട്ട് ചിലപ്പോൾ ഒരു 43 വരെയൊക്കെ ഉള്ളവർക്ക് ഈ പറയുന്ന മെയിൻസ് എക്സാം എഴുതാൻ സാധിച്ചേക്കാം. ഓക്കെ, അതുകൊണ്ട് തന്നെ ഒരു 45+ ഉള്ളവർ നിർബന്ധമായി പഠിക്കുക. അതേപോലെ നിങ്ങൾക്ക് 45 ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും സബ് ഇൻസ്പെക്ടർ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ആളുകൾ 43 ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് സബ് ഇൻസ്പെക്ടർ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊരു വേസ്റ്റ് ആയിട്ട് കാണാതെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. പേപ്പർ 1ന് അഡ്വാൻറ്റേജ് കൊടുക്കുക. കാരണം പേപ്പർ 1ലുള്ള മിക്കവാറും ടോപ്പിക്സ് എവിടെയുണ്ട്, എസ്എയുടെ മെയിൻസ് പരീക്ഷയ്ക്കുമുണ്ട്. ഓക്കെ അല്ലടാ ഞാൻ പറഞ്ഞേ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായി, ഒരു 45+ ഉള്ള ആളുകൾ സെക്രട്ടേറിയറ്റിനെ കോർ ആയിട്ട് കണ്ടുകൊണ്ട് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് പഠിക്കാം. അങ്ങനെ അല്ലാത്തവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു 43+ ഉള്ളവരാണ് എങ്കിൽ SI എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാവുന്നതാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾക്ക് വ്യക്തമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, മനസ്സിലായിട്ടുണ്ട്. ഇനി നമ്മൾ പേപ്പർ 1 എന്ന് പറയുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സിലബസ് 2 പരീക്ഷകളായിട്ട് ഒരു ദിവസം നടക്കാൻ പോവുകയാണ് മെയിൻസ് പരീക്ഷ. അങ്ങനെ 200 മാർക്കിനാണ് പരീക്ഷ. ആകെ 100 മാർക്ക് പേപ്പർ 1നും 100 മാർക്ക് പേപ്പർ 2നും. നമ്മളിവിടെ പേപ്പർ 1നെ ഒന്ന് ഡീകോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. എന്താണ് പേപ്പർ 1, ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ള കാര്യം നമുക്കൊന്ന് പരിശോധിക്കാം. നോക്കിയിട്ട് മക്കളെ, പേപ്പർ 1ൽ നമുക്കറിയാം 100 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. നോക്കിയേ, ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത്, ഫിസിക്സ്, കെമിസ്ട്രി, അതേപോലെ ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സ്, ബേസിക് സയൻസ്, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം. ഇതൊക്കെ നമ്മളിവിടെ കണ്ടതാണ്, നമ്മുടെ പ്രിലിമിനറി പരീക്ഷയിൽ കണ്ടതാണ്. എക്സെപ്റ്റ് 1 ഏതാണ്, നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു സാധനമാണ് ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത്. അവിടെ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറഞ്ഞുകൊണ്ടാണ് പഠിക്കുന്നത്. നമ്മളവിടെ സയൻസും ഫിസിക്സ്, ബയോളജി, ജോഗ്രഫി ഒന്നും ഫിസിക്സും ബയോളജിയും കെമിസ്ട്രിയും ഒന്നും എന്ത് ചെയ്യത്തില്ല, നമ്മളവിടെ പരിശീലിക്കത്തില്ല. പക്ഷേ പരീക്ഷയ്ക്ക് വന്നപ്പം കെമിസ്ട്രിയിൽ നിന്നും ഫിസിക്സിൽ നിന്നും ചോദ്യങ്ങൾ ഉണ്ടായിരുന്നതാനും. അതെന്തും ആയിക്കോട്ടെ, അത് വേറൊരു സംഗതിയാണ്. നമുക്കിവിടെ നോക്കാനുള്ളത്, നോക്കിയേ, ഫിസിക്സ്, അതേപോലെ തന്നെ കെമിസ്ട്രി, ബയോളജി, ഈ 3 ഒഴിച്ച് ബാക്കിയെല്ലാം നമുക്ക് എന്താണ്, പ്രിലിമിനറി പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നത് തന്നെയാണ്. പക്ഷേ മാർക്ക് ഡിസ്ട്രിബ്യൂഷനാണ് മാറ്റം. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇനിയുള്ള സമയം ഒരു റിവിഷൻ ബേസിസിലായിരിക്കണം നിങ്ങൾ പേപ്പർ 1നെ കൈകാര്യം ചെയ്യേണ്ടത്. അതായത് നിങ്ങൾ ഇനിയും ഒന്നേന്ന് സിലബസ് മുഴുവൻ പഠിച്ചെടുത്ത് അതിന്റെ മുക്കും മൂലയും അരിച്ചു വറക്കി പഠിക്കുന്നതിനേക്കാൾ, കാരണം നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് പ്രിലിമിനറി പരീക്ഷയ്ക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു റിവിഷൻ ആണ് വേണ്ടത്. എക്സെപ്റ്റ് ബയോളജി,
ഫിസിക്സ് കെമിസ്ട്രി. അവിടെ ഒരു പുതിയ സ്റ്റഡി വേണം. കാരണം എന്താ, ബയോളജിയും ഫിസിക്സും കെമിസ്ട്രിയും നമ്മൾ പഠിച്ചിട്ടില്ല. അവിടെ ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി നമ്മുടെ +2 വരെയുള്ള NCERT ടെക്സ്റ്റ് ബുക്കുകളെ ആധാരമാക്കിക്കൊണ്ടുള്ള ഒരു പഠനം വേണം. നന്നായിട്ട് ചോദ്യങ്ങൾ അവിടെ നിന്ന് വരാറുണ്ട് മെയിൻസ് പരീക്ഷയ്ക്ക്. സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യണം, നന്നായിട്ട് പഠിക്കണം. കാരണം മറ്റൊരു കാരണം കൂടിയുണ്ട്. ബയോളജിക്കും ഫിസിക്സിനും കെമിസ്ട്രിക്കും 7 മാർക്ക് വീതമാകെ 21 മാർക്കിന്റെ ടോപ്പിക്കാണ്. 100-ൽ 21 മാർക്ക് കിടക്കുന്ന ഭാഗമാണ്. അപ്പം നല്ല ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ആ രീതിയിലുള്ള ഒരു പ്രിപ്പറേഷൻ ഫിസിക്സിലും ബയോളജിയിലും കെമിസ്ട്രിയിലും നിങ്ങൾ എന്ത് ചെയ്യണം, ചെയ്യേണ്ടതായിട്ടുണ്ട്. മനസ്സിലായല്ലോ. എന്നാൽ അതിന് മുകളിൽ കിടക്കുന്ന 3 ടോപ്പിക്കായിട്ടുള്ള ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, ഇത് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. പക്ഷേ എക്കണോമിക്സിൽ ചില മാറ്റങ്ങളുണ്ട്. നമുക്ക് മുന്നോട്ട് വരുമ്പോൾ നോക്കാം. ആർട്സ്, ലിറ്ററേച്ചർ, സ്പോർട്സ് ഇവിടെ 11 മാർക്ക് നമ്മൾ നോക്കിയിട്ടുള്ളതാണ്. കമ്പ്യൂട്ടർ 6 മാർക്ക് നമ്മൾ നോക്കിയിട്ടുള്ളതാണ്. മാത്സ്, ഇംഗ്ലീഷ്, മലയാളം മക്കളെ 41 മാർക്കിൻ്റെ റീജിയനാണ്. മാത്സ് 15, ഇംഗ്ലീഷ്, മലയാളം എന്നിവ 13 മാർക്ക് വീതമാകെ 41 മാർക്കിൻ്റെ റീജിയനാണ്. അപ്പം മൊത്തത്തിൽ നോക്കിയാൽ 21 ഇവിടെ ഒരു 11 ഈ കിടക്കുന്ന 6 41 കൂടി നോക്കിയാൽ 6 3 9 ദെൻ 4 2 6 1 7 79 മാർക്ക് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ച ടോപ്പിക്കുകൾ തന്നെയാണ് അല്ലേ. 79 മാർക്ക് നമ്മൾ പഠിച്ചതാണ്. ബാക്കി വരുന്ന ഒരു 21 മാർക്കാണ് നമ്മൾ ഇനി അഡീഷണൽ ആയിട്ട് എന്ത് ചെയ്യേണ്ടത്, പേപ്പർ 1 വേണ്ടി പഠിക്കേണ്ടത്. അപ്പോൾ 79 മാർക്ക് നിങ്ങൾ റിവിഷനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യമാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ക്ലിയർ ആണല്ലോ, സെറ്റാണ്. നമുക്ക് ഇനി ഓരോന്നിലേക്കും വരാം. ഹിസ്റ്ററി മക്കളെ ഒരു മാറ്റവും ഇല്ല. ഹിസ്റ്ററി എന്ന് പറയുന്നത് പ്യുവർ ആയിട്ട് എന്ത് തന്നെയാണ്, നമ്മൾ പ്രിലിമിനറിക്ക് പഠിച്ചത് തന്നെയാണ്. കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി സെയിം ആണ്. അവിടെ 10 മാർക്ക് ആയിരുന്നെങ്കിൽ ഇവിടെ എത്രയേ ഉള്ളൂ, 7 മാർക്കായിട്ട് കുറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്താണ്, പക്ക നിങ്ങൾക്ക് പഠിക്കാനായിട്ട് തന്നിരിക്കുന്ന സിലബസ് സെയിം ആസ് എന്താണ്, പ്രിലിംസ് ആണ്. അപ്പോൾ ഇതിവിടെ ഒരു റിവിഷൻ്റെ ആവശ്യമാണ് പ്രധാനമായിട്ടും വരിക. നിങ്ങൾക്ക് ഇവിടെ എന്ത് യൂസ് ചെയ്യാം, ഒരു ബേസിക് ആയിട്ട് കേരള ഹിസ്റ്ററിയിൽ ശ്രീധര മേനോൻ്റെ പുസ്തകം നിങ്ങൾക്ക് ഉപയോഗിക്കാം. കേരള ചരിത്രം എന്ന് പറയുന്ന പുസ്തകം നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇന്ത്യൻ ഹിസ്റ്ററി ആണെങ്കിൽ അവിടെ നമ്മുടെ മോഡേൺ ഇന്ത്യയുമായി ബന്ധപ്പെട്ട എന്താണ് ബുക്കുകൾ നിങ്ങൾക്ക് പഠിക്കാം. ദെൻ വേൾഡ് ഹിസ്റ്ററി ആണെങ്കിലും UPSC മെറ്റീരിയലൊക്കെ ഉണ്ട്. പക്ഷേ റിവിഷൻ ബേസിസിലാണ് നിങ്ങൾ ഹിസ്റ്ററി ഭാഗത്തെ ഇനി കാണേണ്ടത്. കാരണം സെയിം ആയിട്ടുള്ള ഭാഗം തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുക. ജോഗ്രഫി വരുമ്പോഴത്തേക്കും അവിടെ 2 മാർക്ക്, അതായത് 5 മാർക്കാണ് പ്രിലിംസിന്, പ്ലസ് 2 കൂടി ചേർത്താകെ 7 മാർക്കിനാണ് പ്രിലിംസിന് മെയിൻസിന് എന്ത് ചെയ്യുക, ചോദിക്കുക പേപ്പർ 1-ൽ. പക്ഷേ സിലബസിൽ ഒരു മാറ്റവും ഇല്ല. നമ്മൾ പഠിച്ച സെയിം കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും വരിക. അപ്പോൾ ഇവിടെയും നിങ്ങളൊരു റിവിഷൻ ബേസിസിൽ പ്രിലിംസിനെ ഒന്ന് ആഡ് ഓൺ ചെയ്ത് പ്രിലിംസിനെ ഒന്ന് മെരുക്കി എടുത്ത് എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് സമയം ലാഭിക്കാൻ പറ്റും. പേപ്പർ 2-ലേക്ക് നമുക്ക് കുറച്ചുകൂടി എന്ത് ചെയ്യാൻ പറ്റും, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇനി അടുത്തൊരു കാര്യം നോക്കിയേ, എക്കണോമിക്സ്. എക്കണോമിക്സിൽ നമ്മൾ 5 മാർക്കാണ് പ്രിലിംസിന് ഉണ്ടായിരുന്നതെങ്കിൽ മെയിൻസിലേക്ക് വരുമ്പോൾ അവിടെ 7 മാർക്കായിട്ട് കൂടിയിട്ടുണ്ട് എന്ന് കാണാൻ പറ്റും. അതേപോലെ തന്നെ സിലബസിൽ ഒരു മാറ്റവും ഉണ്ട് കേട്ടോ. സിലബസിൽ ഒരു ചേഞ്ച് ഉണ്ട്, നിങ്ങൾ ഓർത്തോണം. പ്രിലിമിനറി സിലബസ് അല്ല മെയിൻസിന് പഠിക്കേണ്ടത്, എക്കണോമിക്സിൽ ഒരു മാറ്റമുണ്ട്. ഈ എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പേപ്പർ 2 പേപ്പറിലും. കാരണം ഇവിടെ 7 മാർക്കുണ്ട്. അതേപോലെ തന്നെ മെയിൻസിന് കേരള ഇക്കോണമിയും കേരള മോഡൽ ഡെവലപ്മെൻറ്റും 15 മാർക്ക് വീതമുണ്ട്. അങ്ങനെ ആകെ 37 മാർക്ക്, 200-ൽ 37 മാർക്ക് എന്ന് പറയുന്ന ഒരു കോർ മാർക്ക് തരുന്ന റീജിയനാണ് എക്കണോമിക്സ്. അപ്പോൾ എക്കണോമിക്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കൊക്കെ കുറച്ചുകൂടി ഒരു അഡ്വാൻറ്റേജ് തരുന്നൊരു ഭാഗമാണ്. എനിവേ എന്തും ആയിക്കോട്ടെ, ഞാനൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. സിലബസ് നോക്കിയേ, ഇന്ത്യ എക്കോണമി എന്ന് പറയുന്ന ഒരു ഭാഗം കയറി വന്നു. അതേപോലെ 5 ഇയർ പ്ലാൻ, ഇത് നമ്മൾ നേരത്തെ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഇതിന് എന്താണ് നമുക്ക് കൂടുതലായിട്ട് നമ്മൾ പഠിച്ച കാര്യം തന്നെ എന്ത് ചെയ്യണം, ഇവിടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യണം. പ്രിലിംസ് നമ്മൾ പഠിച്ച കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്യണം. ന്യൂ എക്കണോമിക് പോളിസി, ഇത് നമ്മുടെ ഒരു പുതിയ ടോപ്പിക്കാണ് കേട്ടോ. ഈ ന്യൂ എക്കണോമിക് പോളിസി റെഡ് മാർക്കിൽ കൊടുത്തിരിക്കുന്നത് ഒരു പുതിയ ടോപ്പിക്കാണ്. കാരണം ന്യൂ എക്കണോമിക് പോളിസി അല്ലെങ്കിൽ നമ്മുടെ ന്യൂ എക്കണോമിക് റിഫോം എന്ന് പറയുന്ന ഭാഗം നമ്മൾ പ്രിലിംസിൽ പഠിച്ചില്ല. പക്ഷേ എന്ത് ചെയ്യുന്നുണ്ട്, പലരും എന്ത് ചെയ്തിട്ടുണ്ടാവും, കോമൺ ആയിട്ട് പഠിക്കുന്ന കാര്യമായതുകൊണ്ട് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് പുതിയതാണ്. പ്ലാനിംഗ് കമ്മീഷനും നമ്മൾ പഴയതിന് അത് നേരിട്ട് പറഞ്ഞിട്ടുള്ളതല്ല, നീതി ആയോഗും നേരിട്ട് പറഞ്ഞിട്ടുള്ളതല്ല. പക്ഷേ എന്ത് ചെയ്യണം, നമ്മളിവിടെ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുള്ളതാണ്, പ്രിലിംസിൽ പഠിച്ചതാണ്. എന്നാൽ അഗ്രികൾച്ചർ എന്ത് ചെയ്തിട്ടില്ല, നമ്മൾ പഠിച്ചിട്ടില്ല. അഗ്രികൾച്ചർ, മേജർ ക്രോപ്സ്, ഗ്രീൻ റവല്യൂഷൻ, മിനറൽസ്, ഈ സംഗതി നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, പഠിച്ചിട്ടില്ല. എന്നാൽ നമ്മുടെ ടാക്സസ്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സസ് നമ്മൾ നോക്കുന്നതാണ്. പക്ഷേ GST എന്ത് ചെയ്തിട്ടില്ല, നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ റെഡ് കളറിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, പുതിയതായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. ബാക്കിയൊക്കെ നമ്മൾ പഠിച്ചതാണ്. എന്നാലും താരതമ്യേന വലിയ പ്രശ്നമില്ലാത്ത, പഠിച്ചാൽ മാർക്ക് തരുന്ന, റിട്ടേൺ തരുന്നൊരു സിലബസ് ആണ് എക്കണോമിക്സിലും ഉള്ളതെന്ന് മനസ്സിലാക്കുക. ക്ലിയർ ആണ്, സെറ്റാണ്. ഇനി
മറ്റൊരു പുതിയതായിട്ട് വരുന്ന ഭാഗമാണ് ബയോളജി. ബയോളജിയിൽ എന്തൊക്കെ പഠിക്കണം? 7 ടോപ്പിക്കുകൾ പഠിക്കണം, 7 മാർക്കുണ്ട്. ഓക്കെ, 7 ടോപ്പിക്കുകൾ പഠിക്കണം, 7 മാർക്കുണ്ട്. ബേസിക് ഫാക്ട്സ് ഓഫ് ഹ്യൂമൻ ബോഡി, നമ്മുടെ ശരീരത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ, വൈറ്റമിൻസ് ആൻഡ് ഡെഫിഷ്യൻസീസ്, ദെൻ കമ്മ്യൂണൽ ഡിസീസുകളെ പറ്റി പഠിക്കണം, കേരളയുടെ ചില പദ്ധതികൾ, ആരോഗ്യക്ഷേമ പദ്ധതികളെ പറ്റി പഠിക്കണം, ലൈഫ് സ്റ്റൈൽ ഡിസീസ്, ബേസിക് ഹെൽത്ത്, അതേപോലെ എൻവയോൺമെൻറ്റൽ ഹസാർഡും. ഈ ഒരു സംഗതി നമുക്ക് പേപ്പർ 2 എന്ത് ചെയ്യുന്നുണ്ട്, കയറി വരുന്നുണ്ട് എന്ന് ഓർത്തു വെച്ചോ. ഓക്കെ അല്ലേ, സെറ്റാണ്, ആ ഒരു കാര്യം മനസ്സിലായി. ഇനി ഫിസിക്സിലേക്ക് വരുമ്പോഴോ ബ്രാഞ്ചസ് ഓഫ് ഫിസിക്സ് പഠിക്കണം. അവിടെ മാറ്റർ, യൂണിറ്റ് പോലെയുള്ള കാര്യങ്ങൾ, മോഷൻസ്, ലൈറ്റ്, സൗണ്ട്, ഫോഴ്സ്, ഗ്രാവിറ്റേഷൻ, ഹീറ്റ് പോലെയുള്ള ഭാഗങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടൊരു അനാലിസിസ് ഫിസിക്സിൽ നടത്തണം. അവിടെയും 7 മാർക്കാണ് എന്ത് ചെയ്യുക, ഫിസിക്സിന് വരിക. ദെൻ കെമിസ്ട്രിയിലേക്ക് വരുമ്പോഴോ കെമിസ്ട്രിയിലും ആറ്റം, എലമെന്റ്സ്, മെറ്റൽസ് പോലെയുള്ള ഭാഗങ്ങൾ പഠിക്കണം. അപ്പോൾ ഈ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇവിടെ നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. സാധാരണഗതിയിൽ മാർക്ക് കുറവാണ്, പക്ഷേ ഇവിടെ 21 മാർക്കിനാണ് ഈ ഒരു റീജിയൻ വരിക. അപ്പോൾ ഒരിക്കലും വിട്ട് കളയാൻ പറ്റില്ല. നമുക്ക് +2 ലെവലിലുള്ള +2 വരെയുള്ള NCERT-യുടെയും SCERT-യുടെയും ടെക്സ്റ്റ് ബുക്കുകൾ അരച്ച് കലക്കി നിങ്ങൾ കുടിച്ചാൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് നല്ല അഡ്വാൻറ്റേജ് കിട്ടും. അപ്പോൾ ബാക്കി പേപ്പറുകൾ നിങ്ങൾ റിവൈസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് പഠിച്ചാൽ കുറച്ച് അഡ്വാൻറ്റേജ് നേടിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു മാർക്കിന് വേണ്ടി കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, വർക്ക് ചെയ്യണം. അതിൽ ബയോളജി താരതമ്യേന നല്ല ക്വസ്റ്റ്യൻസ് കിട്ടും, പക്ഷേ ഫിസിക്സിലും കെമിസ്ട്രിയിലും ചിലപ്പോൾ ഇച്ചിരി കടുപ്പിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണ് കണ്ടുവരിക, കഴിഞ്ഞ എക്സാമ്പിളുകൾ കണ്ടുവരിക. എന്നാലും നിങ്ങൾക്ക് എന്താണ് ഇവിടുന്ന് സ്കോർ ചെയ്യാനായിട്ട് പറ്റിയാൽ അത് നല്ലൊരു അഡ്വാൻറ്റേജ് ആയിരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി നമ്മൾ ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ അവിടെ നിന്ന് 8 മാർക്കും, അതേപോലെ തന്നെ സ്പോർട്സിൽ നിന്ന് 3 മാർക്കും, ഇങ്ങനെയാണ് വരിക. ഈ ടോപ്പിക്കുകൾക്ക് എൻ്റെ അഭിപ്രായത്തിൽ കൂടുതലായിട്ടും കറണ്ട് അഫെയറിൽ കയറി നിൽക്കുന്നതാണ് നല്ലത്. കാരണം കറണ്ട് അഫെയറിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ എന്താണ് ആ ഒരു മേഖലയിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ കറണ്ട് അഫെയർ ഭാഗങ്ങൾ അവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാം. ദെൻ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ 6 മാർക്ക്, അതായത് 4 ടോപ്പിക്കുകളെ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ എന്ത് പറഞ്ഞിട്ടില്ല, നമ്മൾ സാധാരണ സൈബർ ക്രൈമും അതേപോലെ തന്നെ ആക്ട്, നമ്മുടെ IT ആക്റ്റും ഒക്കെ പറയാറുള്ളതാണ്. IT ആക്ടിൻ്റെ കുറച്ച് ഭാഗങ്ങൾ എവിടെയുണ്ട്, നമ്മുടെ ഗവേണൻസിൻ്റെ ഭാഗമായിട്ട് പേപ്പർ 2 ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇല്ല, പക്ഷേ 6 മാർക്കുണ്ട്. അപ്പം 4 ടോപ്പിക്ക് പഠിച്ചാൽ മതി. വളരെ കുറച്ച് കണ്ടന്റ് പഠിച്ച് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്ന, വളരെ കുറച്ച് കണ്ടന്റ് പഠിച്ച്. നേരത്തെ 5 ടോപ്പിക്കുകൾ ഉണ്ടായിരുന്നു, അവിടെ നിന്ന് 5 മാർക്കാണ്. ഇവിടെ 4 ടോപ്പിക്കേ ഉള്ളൂ, നിങ്ങൾക്ക് അവിടെ 6 മാർക്ക് കിട്ടും. അപ്പോൾ ഒന്ന് ഡീപ്പായിട്ട് പോയി കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് 6 മാർക്കും IT-ക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്ന ഒരു സിലബസ് തന്നെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നേടിയെടുക്കാനായിട്ട് പറ്റും. ക്ലിയർ അല്ലേ ഞാൻ പറഞ്ഞേ? അപ്പോൾ ഇങ്ങനെയുള്ള സെക്ഷനുകൾ മനസ്സിലാക്കി നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ദെൻ മാത്സിലേക്ക് വന്നാലോ, മാത്സിന് ഇപ്രാവശ്യം 15 മാർക്കാണ്, മാത്സിനും റീസണിങ്ങിനും. സിമ്പിൾ അരിത്തമെറ്റിക് ആണെങ്കിൽ കോമൺ ആയിട്ടുള്ള 12 ടോപ്പിക്കുകളാണ്, നമ്മൾ നോർമലി പഠിച്ചു വരുന്ന 12 ടോപ്പിക്കുകളാണ് ഇവിടെയുള്ളത്, മാത്സിലുള്ളത്. റീസണിങ്ങിലേക്ക് വരുമ്പോൾ അവിടെ 13 ടോപ്പിക്കുകളുണ്ട്. അങ്ങനെ ആകെ 25 ടോപ്പിക്കുകൾ, 15 മാർക്കാണ് ഇവിടെ വരിക. അപ്പോൾ ഇതിൽ തന്നെ ഏറ്റവും പ്രയോറിറ്റി ബേസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, മുന്നോട്ട് വരുമ്പോഴേ പറഞ്ഞുതരാം. ഇതിനു മുമ്പ് വന്നിട്ടുള്ള ക്വസ്റ്റ്യനുകളൊക്കെ ഒന്ന് അനലൈസ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഭാഗങ്ങളൊക്കെ പ്രഡിക്റ്റ് ചെയ്ത് തരാം. അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ മുന്നോട്ട് വരുമ്പോൾ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെയും ഇംഗ്ലീഷിലും മലയാളത്തിലുമാണ് പിന്നെ എന്തുള്ളത്, ഒരു അഡ്വാൻറ്റേജ് ഉള്ളത്. ഇംഗ്ലീഷിലും മലയാളത്തിലെ സിലബസിലൊന്നും ഒരു മാറ്റവും ഇല്ല, പഴയ സിലബസ് തന്നെയാണ്. പക്ഷേ 13 26 മാർക്ക്, നേരത്തെ 20 മാർക്ക് ലഭിക്കുമായിരുന്നിടത്ത് ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു 6 മാർക്കിൻ്റെ അഡ്വാൻറ്റേജ് കൂടെ ഉണ്ട്. അപ്പോൾ വൊക്കാബുലറി ഒക്കെ ഒന്ന് സെറ്റാക്കി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 6 മാർക്ക് കൂടെ അവിടെ അഡ്വാൻറ്റേജ് നേടിയെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അതായത് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ചുരുക്കം, നിങ്ങൾക്ക് പേപ്പർ 1 ഫെമിലിയറാണ്. ഓക്കെ, പേപ്പർ 1 ഫെമിലിയറാണ്. അതിൽ 21 മാർക്ക് ഒഴിച്ച് ബാക്കി 79 മാർക്ക് നിങ്ങൾക്ക് ഫെമിലിയറാണ്. ഓക്കെ, 21 മാർക്ക് ഒഴിച്ച് ബാക്കി 79 മാർക്കും നിങ്ങൾക്ക് ഫെമിലിയറാണ്. ആ ഫെമിലിയർ ആയിരിക്കുന്നതിനെ കയ്യിലാക്കാൻ ശ്രമിക്കുക, 21 മാർക്ക് എക്സ്ട്രാ വാങ്ങാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനകത്തിലേക്ക് വരുമ്പോൾ പേപ്പർ 2 കോൺസ്റ്റിറ്റ്യൂഷനകത്ത് 20 മാർക്ക് എക്സ്ട്രാ വരുന്നുണ്ട്. അത് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്യുന്നതാണ്, പഠിക്കുന്നതാണ്. അതേപോലെ ഒരു ഗവേണൻസിൻ്റെ ഭാഗമുണ്ട്, അവിടെയും നിങ്ങൾ പഠിക്കുന്നതാണ്. ഞാൻ അത് നോക്കിയില്ലെങ്കിൽ പോലും 200 മാർക്കിൽ ഒരു 99 മാർക്കും നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ബാക്കി ഇനി ആഡ് ഓൺ ചെയ്യേണ്ടത് 101 മാർക്കിന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ആ ഒരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഓർക്കുക. ഒരു പക്ഷേ ഇതൊന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു 50-50 ചാൻസിൽ ഇനി നിങ്ങൾ പഠിച്ചാൽ മതി. ബാക്കി ടോപ്പിക്സ് നമ്മുടെ കയ്യിലുള്ളതാണ്, ഒന്ന് റിവൈസ് ചെയ്ത് പൊടിതട്ടി എടുത്താൽ മാത്രം മതി എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സിലബസ് കണ്ട് നിങ്ങൾ പാനിക് ആവണ്ട. പേപ്പർ 2 വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അനലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് മറ്റൊരു സെഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ മെയിൻസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള സെക്രട്ടറി അസിസ്റ്റൻസിൻ്റെ മെയിൻസ് ബാച്ച് നമ്മൾ എന്ത് ചെയ്യാണ്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബാച്ചിൻ്റെ പ്രത്യേകതകൾ നോക്കിയാൽ 350+ അവേഴ്സിൻ്റെ
റെക്കോർഡഡ് ലൈവ് സെഷൻസ് കാണും. അപ്പോൾ ഇവിടെ റെക്കോർഡഡ് സെഷൻ്റെ പ്രത്യേകത എന്താ? പേപ്പർ 1-ൻ്റെയും പേപ്പർ 2-ൻ്റെയും ക്ലാസ്സുകൾ നിങ്ങളിലേക്ക് എത്തിക്കാം. നിങ്ങളുടെ മുൻപിൽ സമയം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ലൈവ് സെഷൻസ് വെക്കാത്തത്. കാരണം ലൈവ് സെഷൻസ് ആകുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന 2 ബുദ്ധിമുട്ടുകൾ. ഒന്നാമത്തെ ബുദ്ധിമുട്ട്, ചിലപ്പം ലൈവായിട്ട് ആളെ അവൈലബിൾ ആകാതെ വന്നാൽ ആ ഒരു സമയം നിങ്ങൾക്ക് നഷ്ടമായിരിക്കും. ആ ഒരു ദിവസം പുതിയ ഒരാളെ അറേഞ്ച് ചെയ്യാൻ പറ്റിയില്ല എന്ന് വരും. എന്നാൽ റെക്കോർഡഡ് സെഷൻ ആണെങ്കിൽ അവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ല, നിങ്ങൾക്ക് ക്ലാസ് കൃത്യമായിട്ട് കിട്ടും. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് സമയ നഷ്ടം ഉണ്ടാകില്ല. ലൈവ് ക്ലാസ്സുകളാകുമ്പോൾ കുറേ കുട്ടികൾ കുറേ ഡൗട്ട്സ് ചോദിക്കും. ആ ഡൗട്ട്സിന് എല്ലാം ക്ലാരിഫിക്കേഷൻ അവിടെ കാണും. അതിൻ്റെ റെക്കോർഡ് കാണുന്ന കുട്ടിക്ക് ഒരുപാട് സമയ നഷ്ടമുണ്ടാകും. എന്നാൽ ലൈവ് സെഷൻസ് അല്ലാതെ റെക്കോർഡഡ് നൽകുമ്പോൾ ആ ഒരു പ്രശ്നമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സമയം ലാഭിക്കാനായിട്ട് പറ്റും. ഇനി അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റും. എന്നാൽ 50+ അവേഴ്സിന്റെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് ഉണ്ട്. UPSC മോഡലിലുള്ള ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷനുകൾ എന്ത് ചെയ്യും, നമ്മൾ തരുന്നതായിരിക്കും. ദെൻ UPSC ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കാണും, ഡെയിലി ടെസ്റ്റുകൾ കാണും, വീക്ക്ലി മന്ത്ലി ടെസ്റ്റുകൾ കാണും, കൃത്യമായിട്ടൊരു മെന്റർഷിപ്പ് ഉണ്ടായിരിക്കും. അതുപോലെ അമൽ സാറിൻ്റെ നേതൃത്വമുള്ള മോട്ടിവേഷണൽ സെഷനുകൾ ഉണ്ടാകും, കൃത്യമായിട്ടുള്ള ക്വാളിറ്റി മെറ്റീരിയൽസ് ഉണ്ടാകും. അത് PDF നോട്ടുകളായിട്ട് നിങ്ങൾക്ക് തരും. അത് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്ത് നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്ന തരത്തിലുള്ള PDF നോട്ടുകൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് തരും. ദെൻ ടെലഗ്രാം സപ്പോർട്ട് ഉണ്ടാകും. പേപ്പർ 1-ൻ്റെയും പേപ്പർ 2-ൻ്റെയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, കിട്ടും. പേപ്പർ 2 ഒക്കെ അടിപൊളിയായിട്ട് നമുക്ക് ഡെമോ ക്ലാസ്സുകളൊക്കെ ഇനി യൂട്യൂബിൽ വന്നു തുടങ്ങും. അടിപൊളിയായിട്ട് പഠിക്കാം. അതിൻ്റെ മെറ്റീരിയലുകളിൽ നിന്ന് വെറുതെ നമ്മൾ എന്ത് ചെയ്തില്ല, വരത്തില്ല. കൃത്യമായിട്ടുള്ള മെറ്റീരിയലുകൾ കണ്ടെത്തി ആ സോഴ്സുകളിൽ നിന്നായിരിക്കും എന്ത് ചെയ്യുക, നമ്മൾ പഠിപ്പിക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ഇൻ്റർവ്യൂ ഗൈഡൻസ്, നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിന് വേണ്ടിയുള്ള ഗൈഡൻസ് കൂടി ഈ ഒരു ബാച്ചിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് കിട്ടും. അത് എക്സ്പേർട്ട് ആയിട്ടുള്ള കേരള PSC ഉണ്ടായിരുന്ന ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തവരും അതേപോലെ തന്നെ ഇൻ്റർവ്യൂ നടത്തിയവരും ഒക്കെ ആയിരിക്കും എന്ത് ചെയ്യുക, ഈ ഒരു ഇൻ്റർവ്യൂ ഗൈഡൻസ് തരിക. അപ്പോൾ ഈ ഒരു ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇപ്പോൾ തന്നെ ബാച്ച് ഓപ്പൺ ആണ്. ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അതിനായിട്ട് 8281223366 എന്ന് പറയുന്ന നമ്പറിലേക്ക് ബന്ധപ്പെട്ടാൽ മതി. ഒരിക്കൽ കൂടി പറയാം, 8281223366 ഈ നമ്പറിലേക്ക് ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് ഈ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പം എല്ലാ സംശയങ്ങളും അവർ നിങ്ങൾക്ക് കൃത്യമായിട്ട് ക്ലിയർ ചെയ്ത് തരും. വേറെ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ആ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ അല്ലാടാ, സെറ്റ് അല്ലേ? അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. എത്രയും വേഗം ബാച്ചിൽ ജോയിൻ ചെയ്ത് കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങുക. നിങ്ങൾക്കൊരു ഒരു 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 സുവർണ അവസരമായിരിക്കും ഈ ഒരു സെക്രട്ടറി അസിസ്റ്റന്റ് ബാച്ച്. അപ്പോൾ നമുക്ക് ബാച്ചിൽ കാണാം. അതുവരേക്കും താങ്ക് യു.